അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഖിറാഅത്ത് റാഷിദ അദബിൽ അവസാനമായിട്ട് എടുത്തത് ജസാഉൽ വാലിദൈനി എന്നുള്ള പാഠമാണ്. അപ്പോൾ അതിലെ വർക്കുകൾ ചെയ്യാനുള്ള കുറച്ച് വിദ്യാർത്ഥികൾ അതുകൂടി ചെയ്തിട്ട് അയച്ചു തരണം കേട്ടോ. അതിൽ നമുക്കിന്ന് പുതിയ പാഠം നോക്കണം. അദബുൽ അഖിലി വഷുറുബ്, തിന്നുന്നതിൻ്റെയും കുടിക്കുന്നതിൻ്റെയും മര്യാദകൾ. ഒരുപാട് മര്യാദകളുണ്ട്. അതിന് മനസ്സിലാക്കാൻ പറ്റിയ ചെറിയൊരു ചരിത്രത്തിലൂടെയാണ് നമ്മൾ പാഠം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം പാഠത്തിലേക്ക്. അദബ് പറഞ്ഞാൽ മര്യാദ അല്ലേ. അദബുൽ അഖിലി വഷുറുബ് അല്ലെങ്കിൽ ആദാബുൽ അഖിലി വഷുറുബ്, തിന്നലിൻ്റെയും കുടിക്കലിൻ്റെയും മര്യാദകൾ. നമുക്കറിയാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായ മതമാണ്. എങ്ങനെ ഒരു മനുഷ്യൻ കുടിക്കണം, ഒരാൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും ഇസ്ലാമിലുണ്ടല്ലോ. ഇസ്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രാവിലെ എണീറ്റത് മുതൽ അവസാനം അവൻ ഉറങ്ങിയതിൻ്റെ ശേഷം അവൻ്റെ അവസ്ഥകൾ എങ്ങനെയായിരിക്കണം, അവൻ എങ്ങനെയാണ് കിടക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തിന്നൽ എങ്ങനെയാണോ തിന്നേണ്ടത്, തിന്നുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള വിഷയവും പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. كان عمر بن أبي سلمة غلاما صغيرا وكان مع أمه أم سلمة رضي الله عنها، وكانت أم سلمة زوج النبي صلى الله عليه وسلم، تزوجها بعد وفاة أبي سلمة رضي الله عنه. وكان عمر في هجر النبي صلى الله عليه وسلم، وكان عمر يأكل مع النبي صلى الله عليه وسلم كما يأكل الولد الصغير مع أبيه، وكما تأكل أنت مع أبيك وأمك. وكان عمر غلاما يتيما، مات أبوه وهو صغير، فكان النبي صلى الله عليه وسلم يحبه ويعلمه الأدب. وكان يأكل مرة مع النبي صلى الله عليه وسلم، فكانت يده تدور في الصحفة، وكان يأكل من هنا وهنا كما يأكل كثير من الأولاد. فعلمه النبي صلى الله عليه وسلم كيف يأكل، وقال له: سم الله وكل مما يليك. وهكذا ينبغي أن يأكل المسلم، ويسمي الله ويأكل بيمينه ويأكل مما يليه. وهكذا علم النبي صلى الله عليه وسلم أمته أدب الأكل والشرب وأدب كل شيء، كما علم عمر بن أبي سلمة الصغير. وقال النبي: إنما بعثت معلما ويسرا. إنما بعثت معلما. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. കാന ഉമർ ബിൻ അബി സലമ. ഉമർ ബിൻ അബി സലമ എന്ന് പറഞ്ഞാൽ അബു സലമയുടെ മകൻ ഉമർ എന്നർത്ഥം. അപ്പോൾ ഉമർ ബിൻ അബി സലമ എന്ന കുട്ടിയായിരുന്നു ഗുലാമൻ, ഒരു കുട്ടിയിലെ അടിമക്കുട്ടിയായിരുന്നു, സ്വഗീറൻ ചെറിയൊരു കുട്ടിയായിരുന്നു, വകാന മാ ഉമ്മിഹി. ആ ഉമർ ബിൻ അബി സലമ എന്ന കുട്ടി വകാന അദ്ദേഹമായിരുന്നു, ആ കുട്ടിയായിരുന്നു, മാ ഉമ്മിഹി തൻ്റെ ഉമ്മയുടെ കൂടെയായിരുന്നു. ആരാണ് ഉമ്മ? ഉമ്മി സലമത്ത് റളിയല്ലാഹു അൻഹ, ഉമ്മയായ ഉമ്മി സലമയുടെ കൂടെയായിരുന്നു ഉമർ ബിൻ അബി സലമ എന്ന കുട്ടി. വക്കാനത്ത് ഉമ്മു സലമ, എന്നാലോ ഈ ഉമ്മു സലമ എന്ന മഹദി സൗജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ഭാര്യയുമായിരുന്നു. തസവ്വജഹ, ആ ഉമ്മു സലമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. ബഅദ വഫാത്തി അബി സലമ, അബി സലമ എന്ന സ്വഹാബി വഫാത്തായതിന് ശേഷം ഈ ഉമ്മു സലമ എന്ന ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു. അപ്പോൾ ഈ ഉമ്മു സലമക്ക് മുമ്പുണ്ടായിരുന്ന കുട്ടിയാണ് ഉമർ. ആ ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിലാണ് വളർന്നത്. ഓക്കെ, അപ്പോൾ നബിയുടെ മടിത്തട്ടിൽ വളർന്ന കുട്ടിയാണ് ഉമർ ബിൻ അബി സലമ, ഉമ്മു സലമയുടെ മകൻ, അഥവാ അബൂ സലമയുടെയും ഉമ്മു സലമയുടെയും മകനായ ഉമർ ബിൻ അബി സലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമയുടെ വഫാത്തിന് ശേഷം ഉമ്മു സലമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. ഓക്കെ, ഉമ്മു സലമയെ വിവാഹം ചെയ്തു. അപ്പോൾ ഉണ്ടായിരുന്ന അബൂ സലമയിലുണ്ടായിരുന്ന കുട്ടിയായിരുന്നു ഉമർ ബിൻ അബി സലമ. ആ ഉമർ ബിൻ അബി സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിലാണ് വളർന്നത്. വകാന ഉമറു, അങ്ങനെ ഈ ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തായിരുന്നല്ലോ. അങ്ങനെ വകാന ഉമറു, ഈ ഉമർ എന്ന ഈ ഉമർ ബിൻ അബി സലമ ആ കുട്ടിയായിരുന്നു ഫി ഹിജ്രിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മടിത്തട്ടിലായിരുന്നു. ഹിജ്ർ എന്ന് പറഞ്ഞാൽ മടിത്തട്ട്, നബിയുടെ ഹിജ്ർ എന്ന് പറഞ്ഞാൽ നബിയുടെ മടിത്തട്ടിലായിരുന്നു
ഈ ഉമർ ബിൻ അബി സലമ വളർന്നത്. വക്കാന അദ്ദേഹമായിരുന്നു, ആ കുട്ടിയായിരുന്നു, വക്കാന ഉമർ, ആ ഉമർ ആയിരുന്നു, ഫി ഹിജ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിലായിരുന്നു. വക്കാന ഉമറു, ഈ ഉമർ എന്ന കുട്ടിയോ, യഅ്കുലു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോടൊപ്പമാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. കമാ യഅ്കുലുൽ വലദു സ്വഗീർ, ചെറിയ കുട്ടി ഭക്ഷണം കഴിക്കുന്ന പോലെ, കമാർന്നൽ പോലെ, യഅ്കുലുൽ വലദു സ്വഗീർ, ചെറിയ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന പോലെ, മഅ അബീഹി, തൻ്റെ ഉപ്പമാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ ഈ ഉമർ എന്ന ഈ കുട്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. കമാ തഅ്കുലു അൻത മഅ അബീക വ ഉമ്മിക, നീ നിൻ്റെ മാതാപിതാക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് പോലെ, കമാ തഅ്കുലു, നീ ഭക്ഷിക്കും പോലെ, കമാ തഅ്കുലു അൻത, നീ ഭക്ഷിക്കും പോലെ, മഅ അബീക വ ഉമ്മിക, നിൻ്റെ ഉമ്മയോടും ഉപ്പയോടൊപ്പം നീ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ. അബൂ സലമ വഫാത്തായതിന് ശേഷം അബൂ സലമയുടെ ഭാര്യയായ ഉമ്മു സലമയെ വിവാഹം കഴിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ ഉമ്മു സലമയിലുള്ള കുട്ടിയായ ഉമറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു വളർത്തിയത്. ഉമറാണ്, ഇത് വേറെ ഉമറാണ് കേട്ടോ, നമ്മൾ ഉമർ അള്ളാഹുന്നല്ല, പകരം മനസ്സിലാക്കണം, ഇത് ഉമർ ബിൻ അബി സലമ. ഓക്കെ, മറ്റേത് ഉമർ ബിൻ അൽ ഖത്താബാണ്. ഓക്കെ. വക്കാന ഉമറു കമാ തഖുലു, വക്കാന ഉമറു, ഈ ഉമർ എന്ന ഈ കുട്ടി ഗുലാമൻ യതീമൻ, അനാഥ കുട്ടിയായിരുന്നു. അനാഥ കുട്ടി പറഞ്ഞാൽ ഉപ്പ മരിച്ചു പോയി എന്നർത്ഥം. ഉപ്പാരായിരുന്നു അബൂ സലമ. ഗുലാമൻ കുട്ടിയായിരുന്നു, യതീമൻ അനാഥ കുട്ടിയായിരുന്നു, രക്ഷിതാവില്ലാത്ത ഉപ്പയില്ലാത്ത കുട്ടിയായിരുന്നു അർത്ഥം. യതീം, മാത അബൂഹു, ആ കുട്ടിയുടെ ഉപ്പ മരിച്ചുപോയി. വഹുവ സ്വഗീറുൻ, വഹുവ സ്വഗീർ, ഈ കുട്ടി വളരെ ചെറുപ്പമായിരിക്കുക. വഹുവ സ്വഗീർ, ഈ ഉമർ എന്ന കുട്ടി ചെറുപ്പമായിരിക്കെ തന്നെ ആര് വഫാത്തായി? ഉമറിൻ്റെ ഉപ്പ വഫാത്തായി. വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നു, യുഹിബ്ബുഹു, ആ കുട്ടിയെ ഇഷ്ടപ്പെടുമായിരുന്നു. ആരാണ്? ഈ ഉമർ ബിൻ അബി സലമയെ വളരെയധികം ഇഷ്ടപ്പെടുമായിരുന്നു. വയുഅല്ലിമുഹുൽ അദബ, മര്യാദകൾ പഠിപ്പിക്കുമായിരുന്നു. വക്കാന യഅ്കുലു മറത്തൻ, അങ്ങനെ മര്യാദ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടൊരു മര്യാദയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. വക്കാന യഅ്കുലു മറത്തൻ, വക്കാന, ആ കുട്ടിയായിരുന്നു, യഅ്കുലു മറത്തൻ, നബിയോടൊപ്പം തിന്നുകയായിരുന്നു. യഅ്കുലു, ആ കുട്ടി തിന്നുന്നു, മറത്തൻ ഒരിക്കൽ, മഅൻ നബി, നബിയോടൊപ്പം ഒരിക്കൽ തിന്നുകയായിരുന്നു. ഫകാനത്ത് യദുഹു, ആ കുട്ടിയുടെ കൈ ആയിരുന്നു, യദ് ഖാനത്ത് ആയിരുന്നു, തദൂറു ഫി സഹ്ഫതി, സഹ്ഫത്ത് പറഞ്ഞാൽ തളിക, പാത്രം എന്നർത്ഥം. ആ പാത്രത്തിൽ അങ്ങനെ യദൂറന കറങ്ങിക്കളിക്കുക, കൈ ഇങ്ങനെ കറങ്ങിക്കളിക്കുകയായിരുന്നു. അതാണ് ഭക്ഷണത്തിൽ അവിടെയും ഇവിടെയൊക്കെ തോണ്ടാന്ന് അർത്ഥത്തിനേക്ക്. അപ്പോൾ തദൂറു, കുട്ടി കറക്കുന്നു, ആ കൈ ഇങ്ങനെ കറങ്ങുന്നു, ഫി സഹ്ഫത്തി, ആ പാത്രത്തിൽ. വകാന യഅ്കുലു മിൻഹുന വഹുന, അവിടെ നിന്നും ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കുന്നതോ. കുറച്ച് ഭക്ഷണം, ഇപ്പോൾ തളികയുടെ വലിയ, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന് പറഞ്ഞത് അങ്ങനെയാണല്ലോ, എല്ലാവരും ഒരു തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ചര്യയായിരുന്നു നബിയും സ്വഹാബത്തും പിൻപറ്റിയത്. അതാണ് ഇസ്ലാമിൽ എന്നും സുന്നത്തുള്ളതും. അപ്പോൾ മഹാനായ അത്തിപ്പറ്റ ഉസ്താദൊക്കെ ആ ശൈലി ഉൾക്കൊണ്ട് ജീവിച്ച മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അതേ ശൈലിയിലായിരുന്നു തൻ്റെ കൂട്ടാളികൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നത് അല്ലേ. അവിടെ പോയവർക്കൊക്കെ മനസ്സിലാവും. ഏതായാലും അങ്ങനെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരം ഒരു തളികയിൽ നിന്നും എല്ലാവരും ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, കൈകൾ അധികരിപ്പിക്കുക എന്നുള്ളത് സുന്നത്താണ്. അപ്പോൾ അങ്ങനെ ആ അവസരത്തിൽ ഈ കുട്ടി എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ഇരുന്ന് നബിയുടെ മടിയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യണം, പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ കൈ കൊണ്ടുപോവുക. അതൊരു മര്യാദക്കേടല്ലേ. വകാന യഅ്കുലു, ആ കുട്ടി തിന്നുകയായിരുന്നു, മിൻഹുന വഹുന, അവിടെ നിന്നും ഇവിടെ നിന്നും. അപ്പോൾ കുറച്ച് അവിടെ നിൽക്കുക, കുറച്ച് ഇവിടെ നിൽക്കുക, അങ്ങനെ. കമാ യഅ്കുലു കസീറൻ മിനൽ ഔലാദ്, അധിക കുട്ടികളും ഭക്ഷണം കഴിക്കുന്നത് പോലെ, പല കുട്ടികളും അങ്ങനത്തെയാണ് ഭക്ഷണം കഴിക്കുക എന്നർത്ഥം. കമാ യഅ്കുലു, തിന്നുന്ന പോലെ, കസീറുൻ മിനൽ ഔലാദ്, അധികരിച്ച കുട്ടികളും ഭക്ഷണം കഴിക്കുന്ന പോലെ. അപ്പോൾ അധികരിച്ച കുട്ടികളും അങ്ങനെയാണ്, ഈ കൂട്ടത്തിലാണെങ്കിലും തളികയിലാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതെങ്കിലും അവിടുന്ന് ഇവിടെ നിൽക്കാൻ കുറച്ച് ഇങ്ങനെ തിന്നല്ലേ പോവുക, അതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅല്ലമഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലമ, പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ പഠിപ്പിച്ചു. കൈഫ യഅ്കുലു, എങ്ങനെയാണ് തിന്നേണ്ടത്, കൈഫ, എങ്ങനെയാണ് യഅ്കുലു തിന്നേണ്ടത്, എങ്ങനെയാണ് തിന്നേണ്ടതെന്ന് ഈ കുട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. വഖാല ലഹു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയോട് പറഞ്ഞു, സമ്മില്ലാഹ, സമ്മി, നീ ബിസ്മി ചൊല്ലുക, ബിസമ്മില്ലാഹ, നീ ബിസ്മില്ലാഹി എന്ന് ചൊല്ലണമെന്നർത്ഥം. സമ്മി അല്ലാഹ, അള്ളാഹുവിൻ്റെ പേര് പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിസ്മി ചൊല്ലണം കുട്ടി. വക്കുൽ, നീ, എന്നിട്ട് നീ ഭക്ഷണം കഴിക്കുക. അക്കലൻ്റെ അമ്രാണ് ഉക്കുൽ, അത് കുൽ എന്ന് പറയും. നീ ഭക്ഷണം കഴിക്കുക.
മിമ്മായലിക്ക നിൻ്റെ അടുത്തുനിന്ന്, വലായലി പറഞ്ഞാൽ അടുക്കുക, അടുത്ത് വരിക എന്നൊക്കെ അല്ലേ. അപ്പോൾ മീൻ മിന്ന് മിൻ പ്ലസ് മാണ് മിമ്മ. മാന്ന് ഒന്ന്, മിന്ന് ഇൽ നിന്നല്ല. അപ്പോൾ മിമ്മായലിക്ക നിൻ്റെ അടുത്ത് നിന്നും, മിമ്മായലിക്ക നിൻ്റെ അടുത്ത് നിന്നുള്ളത് നീ ഭക്ഷണം, നിൻ്റെ നേരെ മുമ്പിലുള്ള ഭാഗത്ത് നിന്ന് നീ ഭക്ഷണം കഴിക്കുക, അല്ലാതെ പാത്രത്തിൽ ഒന്നായിട്ട് പരതരുത് എന്ന് പറഞ്ഞു. ഓക്കെ, സെമ്മില്ലാഹ നീ ബിസ്മി ചെല്ലണം കുട്ടി. വക്കുൽ മിമ്മ എലിക്ക നീ നിൻ്റെ ഭാഗത്തു നിന്ന് ഭക്ഷണം കഴിക്കുക കുട്ടി എന്ന് സ്നേഹത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ബിൻ അബി സലമയോട് ഉപദേശിച്ച് പറഞ്ഞു കൊടുത്തു. വഹകദ ഇപ്രകാരം തന്നെ യംബഗി അനിവാര്യമാണ്, നിർബന്ധമാണ്, അയ്യക്കുലൽ മുസ്ലിമു ഒരു മുസ്ലിം ഭക്ഷണം കഴിക്കൽ ഇങ്ങനെയാവണം. യംബഗി അനിവാര്യമാണ്, അയ്യക്കുലൽ മുസ്ലിമു ഒരു മുസ്ലിം ഭക്ഷണം കഴിക്കൽ ഇങ്ങനെയാവൽ അനിവാര്യമാണ്. വയുസമ്മില്ലാഹ അള്ളാഹുവിൻ്റെ ബിസ്മി ചെല്ലണം. വയുസമ്മില്ലാഹ അള്ളാഹുവിൻ്റെ പേര് പറയണമെന്ന് പറഞ്ഞാൽ അവൻ ബിസ്മി ചെല്ലണം, ഒരു മുസ്ലിം ബിസ്മി ചെല്ലണം. എന്നിട്ടോ വയക്കുലു ബിയമീനിഹി അവൻ്റെ വലത് കൈ കൊണ്ട് അവൻ ഭക്ഷണം കഴിക്കണം. വയക്കുൽ അവൻ ഭക്ഷണം കഴിക്കണം. ബിയമീനി ഒരു മുസ്ലിം ആയിരിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് വയക്കുൽ ബിയമീനി അവൻ്റെ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം. എന്ന് മാത്രമല്ല വയക്കുലു മിമ്മ യലീഹി അവൻ്റെ ഭാഗത്തു നിന്ന് അവൻ ഭക്ഷണം കഴിക്കണം. വലാ യലി യലീക്ക എന്ന് പറഞ്ഞാൽ നിൻ്റെ ഭാഗം. അപ്പോൾ ഇവിടെ എന്താ നബിസ്വല്ലാ ഒരു മുസ്ലിമിനെ പറ്റി പറയുകയാണ്. യലീഹി അവൻ്റെ അടുത്തു നിന്നും, അവൻ്റെ ഭാഗത്തു നിന്നും അവൻ ഭക്ഷണം കഴിക്കണം. വഹാക്കഥ ഇങ്ങനെ യംബഗി അനിവാര്യമാണ്, അയ്യക്കുലൽ മുസ്ലിം ഒരു മുസ്ലിം ഇങ്ങനെ തിന്നൽ അനിവാര്യമാണ്, ഈ മര്യാദകളൊക്കെ പാലിച്ച് തിന്നൽ അനിവാര്യമാണ്. എന്തൊക്കെയാണ് മര്യാദകൾ? ഫയുസമ്മില്ലാഹ അള്ളാഹുവിൻ്റെ പേര് പറയണമെന്ന് പറഞ്ഞാൽ ബിസ്മി ചെല്ലണം. വയക്കുലു ബിയമീനി വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം. വയക്കുലു മിമ്മ യലീഹി അവൻ്റെ ഭാഗത്തു നിന്ന് അവൻ ഭക്ഷണം കഴിക്കണം. വലിയ തളികയിൽ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാവുക, നമ്മളേത് ഭാഗത്തേക്കാണോ ഇരിക്കുന്നത് ആ ഭാഗത്തു നിന്ന് നമുക്ക് അർഹതപ്പെട്ടത് നമ്മളെടുത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. വഹാക്കഥ അല്ലമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം തന്നെ, ഹാക്കഥ ഇപ്രകാരം, ഓക്കെ തദൈവ അല്ലേ. അല്ലമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഉമ്മതഹു നബി തൻ്റെ സമുദായത്തെ പഠിപ്പിച്ചു. എന്ത് പഠിപ്പിച്ചു? അദബൽ അക്കിലി വശുർബ് തീറ്റയുടെയും കുടിയുടെയും മര്യാദകൾ എങ്ങനെയാണ്. അദബ് മര്യാദ, അൽ അക്കിൽ തീറ്റ, അശുർബ് കുടി. അപ്പോൾ തീറ്റയുടെയും കുടിയുടെയും എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്നും വെള്ളം കുടിക്കേണ്ടതെന്നും ആ അദബുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമൻ നബിയു ഉമ്മതഹു നബി തൻ്റെ സമുദായത്തിലേക്ക് ഉമ്മത്ത് എന്നുള്ള മഫ്ഊൽ പഠിപ്പിച്ചു കൊടുത്തു. ഓക്കെ, കമാ അല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പോലെ ആർക്ക്? ഉമർ ബിൻ അബി സലമ അസ്സഗീർ ചെറിയ കുട്ടിയായ ഉമർ ബിൻ അബി സലമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത പോലെ തൻ്റെ ഉമ്മത്തിനിക്ക്, തൻ്റെ സമുദായത്തിലേക്ക് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാൽ നബി അവിടുന്ന് പറഞ്ഞു, വഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഇന്നമാ ബുഇസ്തു മുഅല്ലിമ, ഇന്നമാ തീർച്ചയായും ബുഇസ്തു ഞാൻ അയക്കപ്പെട്ടത് മുഅല്ലിമൻ ഒരു അധ്യാപകനായിട്ടാണ്, നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവനായിട്ടാണ് എന്നെ അള്ളാഹു നിയോഗിച്ചത്. ബുഇസ്തു ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു മുഅല്ലിമൻ ഒരു അധ്യാപകനായിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന മര്യാദകൾ പഠിപ്പിച്ചു തരുന്ന ഒരു അധ്യാപകനായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു. ഓക്കെ, ഇന്നമാ ബുഇസ്തു ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു മുഅല്ലിമൻ അധ്യാപകനായി. അപ്പോൾ ഇതിലുള്ള ആളുകളൊക്കെ മനസ്സിലായല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഉമ്മു സലമ, അബൂ സലമൻ്റെ മകൻ ഉമർ, പിന്നെ അതന്നെ ഇവരാണ് നമ്മുടെ ഈ ചരിത്രത്തിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി അബൂ സലമ വഫാത്തായതിന് ശേഷം ഉമ്മു സലമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. അപ്പോൾ അബൂ സലമയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഉമർ എന്ന കുട്ടി വളർന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടിത്തട്ടിലായിരുന്നു വളർന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മര്യാദകൾ ഈ ഉമർ എന്ന കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മര്യാദകൾ പഠിപ്പിച്ചു കൊടുത്തു. ഒരിക്കൽ ഈ കുട്ടി തളികയിലെ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ ഭക്ഷണം കഴിച്ചും അപമര്യാദയായി പെരുമാറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടെ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു, നീ ബിസ്മി ചൊല്ല്, നിൻ്റെ ഭാഗത്ത് നിന്ന് നിനക്ക് അർഹതപ്പെട്ടത് നീ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തുല്ലേ. അപ്പോൾ ഇതുപോലെ എന്തായിരിക്കണം, ഒരു മുസ്ലിം ഈ മര്യാദകളൊക്കെ പാലിക്കണം എന്നാണ് ഇത്രയും ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കേട്ടോ. പിന്നെ ഇതിലെ പദങ്ങളായിട്ടുള്ളത് ഹിജ്ർ പറഞ്ഞാൽ മടിത്തട്ട് കേട്ടോ, ഹിജ്ർ നബി മടിത്തട്ട്. പിന്നെ യതീം പറഞ്ഞാൽ അനാഥ അല്ലേ, യതീം ഖാന എന്നൊക്കെ പറയില്ലേ.
അതുപോലെ തന്നെ തദൂറു എന്ന് പറഞ്ഞാലോ കറങ്ങുക, ദാറ യദൂർ, അദ്ദായിറ റൗണ്ട് എന്ന് പറയും. ഓക്കെ. സഹ്ഫത്ത് പറഞ്ഞാൽ തളിക, പാത്രം. ഇതിങ്ങനെ തന്നെ ഈ സന്ദർഭങ്ങളും ഈ സാഹചര്യങ്ങളൊക്കെ പഠിച്ചു വെക്കട്ടെ. അറബിയിൽ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ അറബിയിൽ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങൾ കിട്ടിയാൽ ഇതുപോലെ കാച്ചാൻ പറ്റണം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പഠിക്കുക. അങ്ങനെ കാണാൻ പഠിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് കാന, ഉമർ തുടങ്ങിയ പഠിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും.